ജീവജലം. മനുഷ്യന് ശാരീരികമായ ദാഹം സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. ഈ ദാഹം തീർക്കുവാനായി പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലത്ത് ധാരാളം വെള്ളം കുടിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എത്ര കുടിച്ചാലും, എത്ര ജലം കഴിച്ചാലും, എത്ര ആഹാരം കഴിച്ചാലും വീണ്ടും വീണ്ടും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതും മറ്റൊരു ജീവിത പ്രതിഭാസമാണ്. ശാരീരികമായ ദാഹത്തിന് നാം ധാരാളം വെള്ളം കുടിച്ച് നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദാഹവും വിശപ്പുമുണ്ട്. ആ ദാഹത്തിനും വിശപ്പിനും എത്രമാത്രം ആഹാരം കഴിച്ചാലും, എത്രമാത്രം ജലം കുടിച്ചാലും സംതൃപ്തിയാകാൻ കഴിയാത്തവണ്ണം വീണ്ടും വീണ്ടും ദാഹമായി ഉള്ളിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും. ഇപ്രകാരം ദാഹശമനത്തിന് വേണ്ടി കിണറ്റിൽ വെള്ളം കോരുവാൻ വന്ന ഒരു സ്ത്രീയുമായി യേശുക്രിസ്തു സംസാരിക്കുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ദാഹശമനിക്ക് വേണ്ടി പല മാർഗങ്ങളും അഭ്യസിച്ചിരിക്കുന്നു. ഭർത്താക്കന്മാരുമായിട്ടുള്ള വിവാഹവും അവരുമായിട്ടുള്ള ചങ്ങാത്തവുമൊക്കെ അവളുടെ ഉള്ളിൻ്റെ ദാഹത്തിന് ശമനമാകുമെന്ന് അവൾ കരുതിയിരുന്നിരിക്കാം. എന്നാൽ ഈ ദാഹത്തിന് ശമനം കിട്ടാതെ അസ്വസ്ഥയായിരിക്കുന്ന സ്ത്രീയെ യേശു കണ്ടുമുട്ടുമ്പോൾ യേശു മറ്റൊരു ജീവജലത്തെക്കുറിച്ച് പറയുകയാണ്. ആ ജീവജലം വീണ്ടും വീണ്ടും കുടിക്കാൻ പറ്റാത്തവണ്ണം ശാശ്വതമായ സന്തോഷവും സമാധാനവും തരുന്ന ഒരു ദാഹശമനിയായിട്ടാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. യേശു ജീവജലത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവജലം നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ദൈവവുമായുള്ള ഒരു ബന്ധമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ജീവജലം നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ദൈവവുമായിട്ടുള്ളൊരു ബന്ധമായി അവതരിപ്പിക്കുമ്പോൾ ഉറവയിലേക്ക്, ആഴമേറിയ വറ്റാത്ത ഉറവിടങ്ങളിലേക്ക് മനുഷ്യ ജീവിതത്തെ എത്തിക്കുന്നതിനുള്ള ആഹ്വാനമായിട്ടാണ് അവിടെ നിന്ന് ഇത് പറയുന്നത്. പലപ്പോഴും ദാഹശമനിക്ക് വേണ്ടി ലോകത്തിൻ്റെ രീതികളും വഴികളും അഭ്യസിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ നിരന്തരം ഈ ദാഹശമനം നിത്യമായ വചനത്തിലൂടെയും നിത്യമായ സ്നേഹ സൗഹൃദത്തിലൂടെയും സ്വായത്തമാക്കണമെന്ന് യേശു പറയുകയാണ്. ബൈബിളിൽ ഇതുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഉപമയുണ്ട്. ആറ്റിൻകരയിൽ നട്ടിരിക്കുന്ന വൃക്ഷം. ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷം ജലവുമായി നിരന്തര സമ്പർക്കത്തിനാണ്. ജലവുമായിട്ടുള്ള ഈ നിരന്തര ബന്ധമാണ് ഫലവത്തായി ഹരിതാഭ അവസ്ഥയിൽ ഈ വൃക്ഷത്തെ പിടിച്ചു നിലനിർത്തുന്നത്. വരണ്ടു പോകാതെയും ഉണങ്ങിപ്പോകാതെയും വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ പച്ചപ്പാർന്ന് ഫലദായകമായി നിലകൊള്ളുന്നത് ഈ ജലാംശത്തിൻ്റെ നിരന്തരമുള്ള ബന്ധത്തിലൂടെയാണ്. ജലാംശം നൽകുന്ന നിരന്തര ബന്ധം തന്നെയാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായി വേണ്ടത്. ഈ ജലാംശം നൽകുന്ന ബന്ധം ആയി വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ മനുഷ്യ ഹൃദയങ്ങളിലും മനുഷ്യൻ്റെ ഉള്ളറകളിലേക്കും ചൊരിയപ്പെടുമ്പോഴും അത് അനുഗ്രഹമായി മാറുകയും ആ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത അരുവിയിൽ മനുഷ്യന് നിലകൊള്ളുകയും ചെയ്യാനാകും. അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയിലായിരുന്നു കൊണ്ട് അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവർത്തനങ്ങളും നിയതമായി രൂപപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ശമനമുണ്ടാകുന്നത്. മറിച്ച് പലപ്പോഴും മനുഷ്യൻ താൽക്കാലികമായ ദാഹശമനിയുടെയും വിശപ്പടക്കുന്ന മാർഗങ്ങളുടെയും തേടിപ്പോകുമ്പോൾ അത് സായുജ്യതയിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് മനുഷ്യനെ വീണ്ടും വീണ്ടും ദാഹാർത്തരാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നിത്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. നിത്യമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൃപയായി അരൂപിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നതെന്നും അത് അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസവും സമാധാനവും പകരുന്ന യഥാർത്ഥ ദാഹശമനിയായി ജീവിതത്തിൽ പരിവർത്തനമായിട്ട് മാറുമെന്നുള്ള ആഹ്വാനമാണ് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവുമായിട്ടുള്ള സമ്പർക്കം ഇപ്രകാരം ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു പുതിയ തിരിച്ചറിവിന് കാരണമായിട്ട് മാറി എന്നുള്ളതാണ് പ്രത്യേകത. ഈ സ്ത്രീയുമായി സംഭാഷണത്തിന് ശേഷം
ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറയുകയാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നാൽ യേശു ഭക്ഷണം കഴിക്കുന്നതിന് പുതിയൊരു വ്യാഖ്യാനം നൽകുകയാണ്. ദൈവത്തിൻ്റെ ഭക്ഷണം എന്നത് ജീവൻ്റെ ഈ നീരുറവയിലേക്ക് മനുഷ്യരെ ആനയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വറ്റാത്ത ജീവൻ്റെ ഉറവയിലേക്ക് മനുഷ്യർ ആനയിക്കപ്പെടുകയും ആ ഉറവയിൽ നിന്നുകൊണ്ട് നിരന്തരം ജലം ശേഖരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷവും സമാധാനവുമാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവുമെന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ആ സ്ത്രീക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടുന്ന് നിറവുള്ള മനുഷ്യനായിട്ട് മാറി. ദൈവികമായ നിറവ് മാനുഷിക സ്വഭാവത്തിലൂടെ പ്രകടമാക്കിക്കൊണ്ട് ആ സ്ത്രീക്ക് അദ്ദേഹം ഉത്തരം നൽകുകയാണ് ഉണ്ടായത്. ജീവിതത്തിൻ്റെ യാത്രകളിൽ ഇപ്രകാരം ഓരോ ദിവസവും ദാഹവും വിശപ്പും അനുഭവപ്പെടാറുണ്ട്. ഇപ്രകാരം അനുഭവപ്പെടുന്ന ദാഹത്തിനും വിശപ്പിനും ലോകത്തിൻ്റെ മാർഗങ്ങളിൽ എത്രമാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാലും ശാശ്വതമായ സന്തോഷവും സമാധാനം അനുഭവിക്കാനാകില്ല. ഈ ജീവിതയാത്രയിൽ ഒരിക്കലും വറ്റാത്ത നീരുറവയായ ദൈവിക ചൈതന്യത്തെ സ്വന്തമാക്കി അത് നൽകുന്ന കൃപയിൽ ജീവിക്കുമ്പോഴാണ് ജീവിതം സന്തോഷപൂർണ്ണമാകുന്നത്. തപസ് കാലത്തിലെ ദിനരാത്രങ്ങൾ ഇപ്രകാരം ജീവൻ്റെ വറ്റാത്ത ഉറവയിലേക്ക് നിരന്തരം ആയിരിക്കുവാനും ആയിരുന്നുകൊണ്ട് അനുഗ്രഹങ്ങളുടെ പെരുമഴ ജീവിതത്തിൻ്റെ യാത്രകളിൽ സ്വന്തമാക്കുവാനുമുള്ള ആഹ്വാനമാണ് നൽകുന്നത്. ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനാനുഭവങ്ങളിലൂടെയും സൗഹൃദപരമായ ബന്ധങ്ങളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ഒക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാനും ആ പൂർണ്ണതയിലൂടെ ഉത്ഥാനത്തിൻ്റെ ഉത്സവം ആഘോഷിക്കുവാനും വേണ്ടി പരിശ്രമിക്കാം. ഉത്ഥാനം ഉത്സവമാണ്, ആഘോഷമാണ്, അനുഗ്രഹമാണ്. ഈ ആഘോഷത്തിലേക്ക് നയിക്കുന്നതാകട്ടെ നിരന്തരമുള്ള കൃപയുടെ ആ രസത്തിലുള്ള പ്രയാണവും ആ രസത്തിലുള്ള വ്യാപനവും ആ രസത്തിൽ ആയിരിക്കുന്ന സന്തോഷപൂർണമായ നിമിഷങ്ങളുമാണ്.